നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മറ്റു കുടുംബ ഭാരങ്ങളോ ബാധ്യതകളോ ഒന്നും ഏറ്റെടുക്കണ്ടെന്നുള്ള ഒരു വാക്ക്. നമ്മുടെ മക്കൾക്ക് വേണ്ടി അത് മാറ്റിക്കൂടെ? ശാരദേ, അത് ഗോപാലട്ട, അച്ഛൻ സന്യാസം ഒരു മാനസികാവസ്ഥയാ. ഗൃഹസ്ഥാശ്രമിക്കും സന്യാസിയാവാം. അച്ഛൻ തന്നെ കുറച്ചു മുമ്പ് പറഞ്ഞ വാക്കുകളത്. മോള് രാജീവിനൊപ്പം പോ. അച്ഛൻ ഇവിടെ തന്നെ ഉണ്ടാവും. അവസാന കാലത്ത് തൊണ്ടയിലേക്ക് ഇത്തിരി വെള്ളം എത്തിച്ചു കൊടുക്കാൻ ആളില്ലാതെ ശാരദ വിഷമിക്കില്ല. നിങ്ങളെ 3 മക്കളെ വളർത്തി വലുതാക്കിയതിന്റെ, ഗോപാലകൃഷ്ണന് വിവാഹം കഴിച്ചു പോയതിന്റെ ശിക്ഷയാവില്ലത്. നിങ്ങളെയൊക്കെ മനസ്സുകൊണ്ട് വിട്ട് അച്ഛനെങ്ങോട്ട് പോവാനാടി? പോയാലും നിങ്ങളെ എന്റെ ഹൃദയത്തിൽ വെച്ച് കൂടെ കൊണ്ട് നടക്കണ്ടേ ഈ തടി വീഴുന്നതുവരെ? നീ എന്തിനാ മാറി നിൽക്കുന്നേ? ഇങ്ങോട്ട് വാ, വാ, വാ. മോളിങ്ങി വന്നേ. കണ്ടില്ലേ, ഗോപാലകൃഷ്ണ ഇപ്പൊ ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ. ഇപ്പൊ പ്രശ്നങ്ങളൊക്കെ മാറിയില്ലേ? കുറച്ചു മുമ്പ് വരെ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, ഇവള് തന്നെയാണോ രാജീവിന് വേണ്ട പെണ്ണെന്ന്. ഇപ്പൊ ആ സംശയം മാറി. ഇവൾക്കൊരു ജീവിതത്തിന് വേണ്ടി അച്ഛനെ ഉപേക്ഷിക്കാൻ തയ്യാറായില്ലല്ലോ ഇവള്. അങ്ങനെയുള്ള പെണ്ണുങ്ങള് ഭർത്താവിന്റെ അച്ഛനമ്മമാരെയും ബന്ധുക്കളെയും കൈവിടില്ല. ഇവളിപ്പൊ ഞങ്ങൾക്ക് കിട്ടിയ പുണ്യോ. ഭഗവാനെ, ഇതുവരെ ഉണ്ടായിരുന്ന ദോഷങ്ങളൊക്കെ പരിഹരിച്ച് എന്റെ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു ജീവിതം കൊടുക്കണേ. മോളെ, അവളുടെ ഒരു അഭിനയം എന്ത് നല്ല നടിയ. ആ മധുരം എടുത്തേ. കഴിക്കും മോനെ.
വേണ്ടമ്മേ. ഒരല്പം കഴിക്കുമോളെ. ദാ. എന്താ മോളെ? അയ്യോ ശാരിക, മോളെ, ശാരിക, എന്തു പറ്റി മോളെ? എന്തു പറ്റി മോളെ? AC വണ്ടിയിൽ ഇത്രയും ദൂരം അടച്ചു കെട്ടിയിരുന്ന് യാത്ര ചെയ്തതിന്റെ ആയിരിക്കും മോളെ. സാരമില്ല. പത്മജ, കുറച്ച് വെള്ളം എടുക്കൂ മോളെ. ഇന്ന് മൊത്തം നിൽപ്പല്ലായിരുന്നോ? കാര്യമായിട്ടൊന്നും കഴിച്ചതുമില്ലല്ലോ. ഗ്യാസ് കയറിയിട്ടുണ്ടാവും. വേഗം കൊണ്ടുപോ പത്മജ. വാ കഴുകും മോളെ. വാ മോളെ. ഒന്ന് കിടന്നാ എല്ലാം ശരിയായിക്കോളും. മോനെ, ഇവളെ കൊണ്ട് റൂം കാണിച്ചു കൊടുക്ക്. കുഴപ്പമൊന്നുമില്ലല്ലോ. വാ. വിജയലക്ഷ്മി, എന്നാ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങട്ടെ. ആ, നിങ്ങൾ പോയിട്ട് പിന്നെ വാ. കാണാനും പരിചയപ്പെടാനും ഒക്കെ ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ. അവൾ ഇനി ഇവിടെ തന്നെയുണ്ട്. ഞാനൊന്ന് കിടന്നുറങ്ങാൻ പോവുക വിജയെ. അത്രയും ദൂരം കാറിലിരുന്ന് നടു തകർന്നു. വിജയ്, ഇപ്പോഴിത് നിങ്ങൾ എടുത്തു ചാടി ചെയ്യണ്ടായിരുന്നു എന്നാ എനിക്ക് തോന്നിയത്. അവള് രാജീവിനെ വിട്ടു പോയിട്ട് മാസം കുറച്ചായില്ലേ? ഇപ്പം വയറ്റിലുണ്ടെന്ന് പറഞ്ഞ ഇനി ബാലചന്ദ്രൻ അത് കൈയേക്കുവോ? അവനത് രാജീവിന്റെ തലയിൽ വെച്ചിട്ട് പോവും. ഇന്നിവിടെ എന്തെങ്കിലും നടക്കും. എന്റെ മാതാവേ, ഇതൊക്കെ കാണാനുള്ള യോഗം നീ എനിക്ക് തന്നല്ലോ. ഇത് തന്നെയാ വേണ്ടത് വിജയലക്ഷ്മി. ചൂലെടുത്ത് അടിച്ചിറക്കണം. തറവാട്ടി പിറന്ന പെണ്ണുങ്ങൾക്ക് ചേർന്ന പണിയാണോ അവള് ചെയ്തത്? ഇതേ ശാരികയ്ക്കുള്ളതല്ല ജയ്സമ്മേ, ഇത് നിങ്ങൾക്കുള്ളതാ. ഇനി ഇവിടെ നിന്ന് നിങ്ങൾ ഒരു അക്ഷരം മിണ്ടിയ ഇത് നിങ്ങളുടെ പുറത്തിരിക്കും. അത് ഇപ്പൊ ഇറങ്ങിക്കോ ഇവിടുന്ന്. അല്ല, അത് ഇറങ്ങാൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.